മോശം പ്രകടനത്തെ തുടർന്ന് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും അവരുടെ മുഖ്യ പരിശീലകനെ പുറത്താക്കുന്ന സാഹചര്യമായിരുന്നു സീസണിന്റെ പകുതിക്ക് വെച്ച് ഉണ്ടായത്. എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലുമുള്ള വ്യത്യാസം എന്നത് കോച്ചിനെ പുറത്താക്കിയതിനു ശേഷവും ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോച്ചിനെ പുറത്താക്കിയതിനു ശേഷമാണ് കുറച്ചെങ്കിലും പ്രതീക്ഷകൾ ഉയർന്നു വരുന്നത്. സീസണിന്റെ തുടക്കത്തിൽ ഏറ്റവും മികച്ച ടീമെന്നും ഏറ്റവും അപകടകാരികളായ ടീം ഈസ്റ്റ് ബംഗാൾ ആകുമെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് പേപ്പറിൽ മാത്രമായി പോയി. കാരണം ഈസ്റ്റ് ബംഗാൾ ഈ ഒരു സീസണിലേക്ക് ടീമിലേക്ക് എത്തിച്ചത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളെയും ഫോറിൻ താരങ്ങളെയും ആയിരുന്നു. പേപ്പറിൽ ഏറ്റവും മികച്ച ടീം അത് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും കളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വേസ്റ്റ് ടീമായി മാറുകയാണ്. ബ്ലാസ്റ്റേഴ്സിൽ ഗോൾ അടിച്ചു കൂട്ടിയിരുന്ന ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാളിൽ ഗോൾ അടിക്കാൻ വരെ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ ഗോൾ അടിക്കുവാൻ വേണ്ടി പന്ത് ബോക്സിലേക്ക് എത്തുന്നില്ല എന്നതാണ് സത്യം. എന്തായാലും അത് നമ്മുടെ മാറ്റർ അല്ല, കാരണം നമുക്ക് ഈ മത്സരം വിജയിക്കണം. ഈസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും പുതിയ സൈനിങ് ആയ റിച്ചാർഡ് സെലീസ് എന്ന് പറഞ്ഞ താരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുകയും ചെയ്യും. അദ്ദേഹമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കാനും പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഡെബ്യൂ മത്സരം കളിച്ചു. ഡെബ്യൂ മത്സരത്തിൽ തന്നെ വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഡിഫൻസിനെ എല്ലാം വളരെ വലിയ തലവേദന നൽകുവാൻ ഈ ഒരു താരത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റെഡ് കാർഡ് സസ്പെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും എങ്ങനെയാണ് ഹംഗേറിയൻ ലീഗിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഡ്യൂസൻ ലഗാട്ടർ കഴിഞ്ഞ മത്സരം കളിച്ചതെന്ന് നമുക്ക് ആരതർക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഹംഗേറിയൻ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഡ്യൂസൻ ലഗാട്ടറിന് ഈ നടക്കേണ്ടി പോകുന്ന ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരം കളിക്കാൻ സാധിക്കില്ല ബിക്കോസ് ഓഫ് ദിസ് റെഡ് കാർഡ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം അദ്ദേഹത്തിന് മിസ്സാവും. കഴിഞ്ഞ മത്സരത്തിൽ ഇദ്ദേഹം കളിക്കുന്ന കാര്യം അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരം കളിക്കുവാനും സാധിച്ചത്. എന്തായാലും ഈ മത്സരത്തിൽ ഡ്യൂസൻ ലഗാട്ടറിനെ കളിക്കുവാൻ സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും വിജയം സ്വന്തമാക്കണം. കാരണം പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വിജയം അനിവാര്യമാണ്. സീസണിന്റെ ആദ്യ പാദത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു വിജയം. ഇവിടെ വിജയം ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ്. ഈസ്റ്റ് ബംഗാൾ വളരെ മോശം ടീമാണ് എന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും മത്സരം കണ്ടു തന്നെ അറിയാം, ഇത് ഫുട്ബോളാണ്. എന്തായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.